ഒരുപാട് വിഷമിച്ചൊരു ദിവസമാണ്. കുറേ കാലമായി എൻ്റെ ജീവിതം ചില വ്യക്തികൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് പേര് പറ്റിച്ചു, അതിനൊരു ക്ലോസ് ചാപ്റ്ററായി. കുറേ പേർ നാട് വിട്ടു, മുങ്ങിപ്പോയി, വിവരവുമില്ല. ചില ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്തിലൂടെ അങ്ങനെ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്നു. അന്നൊരു പണം വാങ്ങിയിരുന്നു എന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ, എന്നാലൊരാശ്വാസം, ഇനി തിരിച്ച് ചോദിക്കില്ലല്ലോ. പക്ഷെ അതിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരു വ്യക്തി ഇന്ന് കണക്കുകൾ പറഞ്ഞു തുടങ്ങി. കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുമ്പം ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു എന്നുള്ളൊരു ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നേക്ക് അതിൻ്റെ വാല്യൂ എത്രയായിട്ടുണ്ടാവും? ഒരുപക്ഷെ ബാങ്കിൽ നിന്നായിരുന്നു പണം എടുത്തിരുന്നെങ്കിൽ എത്രയായിട്ടുണ്ടാവും? അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭം ഓരോ മാസവും അതവിടേക്ക് ആഡ് ചെയ്യപ്പെടുമ്പം പിന്നെ സ്വീകരിച്ച വ്യക്തിക്ക് അതിലെന്ത് റോളാണുള്ളത്? നിങ്ങളുടെ അടുത്ത് ഞാനൊരു പണം നിക്ഷേപിച്ചു, ആ പണത്തിൽ നിന്ന് ലാഭവിഹിതം അവിടെ തന്നു, അത് നിങ്ങളുടേതെന്ന പേരിൽ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ പണമാണ്. പിന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നതിന് ചോദ്യമില്ല. വളരെ വിഷമം തോന്നുന്ന സാഹചര്യങ്ങളാണ്. നമ്മൾ ഒരാവശ്യഘട്ടത്തിൽ സഹായിക്കുമ്പം അത് അവസാനം നമ്മളെ കള്ളനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പം, ചർച്ചകളും കണക്കുകൂട്ടലുകളിൽ പോകുമ്പം മനസ്സൊരുപാട് വേദനിക്കും. ലോകത്ത് ഒരാളുടെ പണത്തിനെ മൂല്യമില്ലാത്തുള്ളതോ, അത് നമ്മളൊരാളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ പണത്തിന് സ്വീകരിച്ച വ്യക്തി ഒരു മൂല്യവും തരില്ല കേട്ടോ. ശ്രദ്ധിക്കണം, ഒരു മൂല്യവും തരില്ല. ഒരാൾക്ക് വായ്പ കൊടുക്കുമ്പോൾ വായ്പ വാങ്ങിയ വ്യക്തി നിങ്ങളുടെ പണത്തിന് മൂല്യം നൽകില്ല. അവരെല്ലാം പൂർത്തീകരിക്കും. അവർക്ക് കുട്ടികളുണ്ടാവും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ലക്ഷറി വീടുകൾ ഉണ്ടാക്കേണ്ട, ഒക്കെ അവരതിൻ്റെ വഴിക്ക് നടന്നുമ്പോഴും ഒരു പിച്ചക്കാരൻ്റെ പിച്ചപാത്രത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ വില പോലും കൊടുക്കാതെ അവർ അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ടോട്ടലാണ്. അവർ സക്കാത്ത് കൊടുക്കും, അവർ ദാനധർമ്മങ്ങൾ നൽകും, മറ്റു മനുഷ്യന്മാരിലെല്ലാം അവർ ചെയ്യും. പക്ഷേ വായ്പ കൊടുത്ത അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ അവർ പ്രതിപക്ഷത്തെ നിർത്തും. എത്ര വിട്ടുവീഴ്ച ചെയ്താലും. ഞാനൊക്കെ എൻ്റെ പണം തരാനുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരിക്കൽ പോലും ദേഷ്യത്തോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവരെന്താണോ പറയുന്നത് അത് അംഗീകരിക്കും. ഇത്ര ലാഭം തന്നാൽ അത്ര, അത് ഇത്രയായിരുന്നു എന്നുള്ള കണക്കുകൾ ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മളൊരുപാട് സൂക്ഷിക്കണം. നമ്മൾ ഒരാൾക്ക് വായ്പ കൊടുക്കും. ഇന്ന് പലരും വായ്പ ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ടായിട്ടൊന്നുമല്ല, ഉണ്ടെങ്കിലും നോ എന്ന് പറയേണ്ട സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തത് അത്തരം മനുഷ്യന്മാരാണ്. ഇന്നെൻ്റെ മനസ്സൊരുപാട് വേദനിക്കുക. ഞാൻ വർഷങ്ങളോളം അധ്വാനിച്ച ഫണ്ട് അത് മൊബൈലാവണം, അത് എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം, എന്നിട്ട് അതിലൂടെ ലാഭം കിട്ടണം, ജോലി ഭാരം കുറക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ ഇന്ന് അതിൻ്റെ ബാധ്യത നിലനിർത്താൻ വേണ്ടി പോലും ജോലി ചെയ്യേണ്ട സാഹചര്യമുള്ളത്. പ്രായം വർദ്ധിച്ചു തരുമ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട സാഹചര്യം. ശ്രദ്ധിക്കണം, നമ്മുടെ പണം ആർക്ക് കൊടുക്കുന്നു? ഏറ്റവും മൂല്യവർത്താണ് നമ്മുടെ പണം. അതെങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം? നമ്മൾക്ക് ഒരാൾക്ക് പണം കൊടുത്താൽ അവരോട് തിരികെ ചോദിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താവും എന്നൊക്കെ അറിയാതെ നമ്മളൊരിക്കലും നിക്ഷേപിക്കാൻ പാടില്ല. തീരാ ദുഃഖമായി നമ്മൾ പലർക്കും ആസ്വദിക്കേണ്ട ഫണ്ട് പോലുമില്ലാതെ, നമ്മളുടെ പണത്തിന് ഒരു മൂല്യവും കൽപ്പിക്കപ്പെടാതെ കടലാസ് ശൂന്യതയായി അതവിടെ നിലനിൽപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കുക.